ഹായ്, ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ കാക്കപ്പൊടിയുടെ ഒരു വീഡിയോ ആണ്. അമ്മയുടെ അസുഖ വിവരമൊക്കെ പറഞ്ഞിട്ട് വയനാട് വിശേഷമൊക്കെ പറയുമ്പോൾ ഒരു BGM അതിനകത്ത് ഇടിച്ചു കയറ്റിക്കൊണ്ടൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഇവിടെ പ്ലേ ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് മനസാക്ഷിയുടെ കണിക പോലും അങ്ങ് ഏതാണ്ട് അങ്ങ് ഗോകർണത്ത് പോലും അവൈലബിൾ അല്ലാത്തൊരു വൃത്തികെട്ട സെന്തുവിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചാൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ചാനലിന് സ്ട്രൈക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഈ വിഷയം മാത്രം ഞാൻ അവതരിപ്പിക്കാൻ വന്നേ ഉള്ളൂ. ഇല്ല, ഇതിന് മുമ്പ് തന്നെയല്ലേ മറ്റൊരു പെൺകുട്ടി അവളുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സഹായിക്കാൻ പോയ ഒരു വ്യക്തി BGM ഇട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത് ഈ കിക്ക് ആരന്മാരല്ലേ. ഈ കിക്ക് ആരന്മാർ ചെയ്യുന്നതൊക്കെ ഓക്കെ, മറ്റുള്ളവർ ചെയ്യുമ്പോൾ കുഴപ്പം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി ഇത് എവിടെയാണെന്ന് പറഞ്ഞ അന്വേഷിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാമിലുണ്ട് കാക്കപ്പൊടിയുടെ കലാവിരുന്ന്. ഉമ്മാക്ക് വയ്യാന്നാ പറയണേ. ഉമ്മച്ചിക്ക് വയ്യാന്ന് പറയുമ്പോൾ മ്യൂസിക് നിർബന്ധം പിക്കില്ലേ? അതില്ലാച്ചാൽ ഒരു ദിവസമില്ല, സുഖമില്ല. അതും ഒരു കച്ചവടമാണ്. അത്തരത്തിൽ കച്ചവടങ്ങൾ കൊണ്ട് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതരം ജന്തുവാണത്. അതുകൊണ്ടാണ് ഈ വിവരം ഒന്ന് പറയണമെന്ന് തോന്നിയത്. ആക്ച്വലി ഇത് നമ്മുടെ സബ്ജക്റ്റ് പോലുമല്ല, എന്നാലും പറയട്ടെ. അമ്മ എന്നൊക്കെ വാക്കിൻ്റെ വിലയൊക്കെ അറിയുമോ? മറ്റുള്ള കുട്ടികളെ കൊല്ലാനും തല്ലാനും ഒക്കെ കൊട്ടേഷൻ കൊടുക്കുന്ന തനിക്കും ഒരു അമ്മയുണ്ടെന്ന് മറന്നുപോയോ? ആണോ? ഈ അമ്മയുടെ മകനാണോ? എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് വേണ്ടി ഒരു അമ്മച്ചി ഒന്ന് കാണണം. ആ ഉമ്മച്ചിയുടെ കവിളുകളിൽ ഒരു ഉമ്മം കൊടുക്കണം. കാരണം ഇത്രയും നല്ലൊരു മകനെ, സമൂഹത്തിന് ഉപകാരമുള്ള നല്ലൊരു തീവ്രവാദിയെ വളർത്തി ഈ നാട്ടിലേക്ക് തന്നെ ആക്കി തന്ന വളരെ മഹത്തായ ഒരു വ്യക്തിത്വമല്ലേ. അവർക്കൊരു ഉമ്മ എൻ്റെ വക പ്രീ. സത്യമായിട്ടും നല്ല മനസ്സോടുകൂടി പറഞ്ഞാണ്. ഇനി ഇത് തെറ്റിദ്ധരിച്ചു കൊണ്ട് വരികയൊന്നും വേണ്ട. കിക്ക് തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കിക്കന്മാരെല്ലാം തന്നെ ഒന്നുകിൽ തീവ്രവാദിയായിരിക്കും, അല്ലെങ്കിൽ ഗുണ്ടയായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുപിടിയന്മാരായിരിക്കും. അങ്ങനെ ഒരു ടീമാണ്. കൊട്ടേഷൻ ടീം അംഗങ്ങളാണ് അതിൻ്റെ മെയിൻ ഹെഡ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല കൊട്ടേഷൻ കുമാര, ജി രക്ഷപ്പെട്ടു എന്ന് കരുതിയനു. ഏതായാലും അനക്കുള്ള വള്ളിക്കെട്ട്, അനക്കുട്ട നെറ്റ്, അത് ഞാൻ അങ്ങോട്ട് വലിച്ച് വെച്ചിട്ട് നിൽക്കുകയാണ്. എപ്പോൾ വേണമല്ലോ അന്നെ ഞാൻ ആ നെറ്റിൽ കൊണ്ടുവന്ന് തള്ളിയിടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഏതായാലും ഉമ്മക്ക് അസുഖമെന്ന് കേട്ടതിൽ സങ്കടമുണ്ട് കേട്ടോ. ഉമ്മമാർക്ക് അസുഖം വരുമ്പോൾ വളരെ വേദനയൊക്കെ തോന്നും. ഉമ്മമാരെ തെറി വിളിക്കുകയും ഉമ്മമാർക്കിട്ട് താങ്ങുകയും ഒരു ഉമ്മയോടുള്ള വൈരാഗ്യത്തിന് അവരുടെ മകനെ തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അതിവിദഗ്ധനായ, അത്രയും നന്മയുള്ള, നന്മ നിറഞ്ഞ, നന്മ മാത്രം തുള്ളിത്തുളുമ്പുന്ന ഒരു പ്രത്യേകതരം ജീവജാലമായതുകൊണ്ട് തന്നെ നന്നായി വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം.